ഈ വീക്കിലെ കമ്മ്യൂണിറ്റി വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വൈപ്പ് കോഡിംഗ്, എങ്ങനെ നമുക്ക് വൈപ്പ് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ വൈപ്പ് കോഡിങ്ങിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്യും. അതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ വൈപ്പ് കോഡ് ചെയ്ത് ഒരു ഗെയിമോ വെബ്സൈറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വൈപ്പ് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നും വൈപ്പ് കോഡിംഗ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നും ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. നമുക്ക് ആദ്യമേ എന്താണ് വൈപ്പ് കോഡിംഗ് നോക്കാം. ഒരു ആപ്പോ വെബ്സൈറ്റോ ഗെയിമോ ഫുള്ളി AI വെച്ച് ഉണ്ടാക്കുന്നതാണ് വൈപ്പ് കോഡിംഗ്. നമ്മളൊരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് പോലും എഴുതുന്നില്ല, ഫുള്ളി AI കൊണ്ട് ജനറേറ്റ് ചെയ്യിക്കും. കോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വന്നാൽ നമ്മൾ ആ എറർ എന്താണെന്ന് പോലും നോക്കത്തില്ല, അത് കോപ്പി ചെയ്യും, AIക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ഫിക്സ് ചെയ്യാൻ പറയും. ഏകദേശം അങ്ങനെ ഒരു വൈബാണ് ഈ വൈപ്പ് കോഡിങ്ങിന്. ഈ വൈപ്പ് കോഡിങ് ഇത്ര പോപ്പുലർ ആക്കിയത് ഓപ്പൺഎഐയുടെ കോഫൗണ്ടർ ആന്ദ്രേ കർപാതിയാണ്. പുള്ളിയുടെ ഒരു വൈറൽ ട്വീറ്റ് വഴിയാണ് ഈ വൈപ്പ് കോഡിങ് ഇത്രയും വൈറലായത്. കഴിഞ്ഞ കമ്മ്യൂണിറ്റി വീഡിയോ പറഞ്ഞ പോലെ ആൾക്കാർ വൈപ്പ് കോഡിങ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ആപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഗെയിംസ് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഈ വൈപ്പ് കോഡിങ് വഴി കോഡിങ് അറിയാത്ത ആൾക്കാർക്ക് എന്തോ ഉണ്ടാക്കാൻ പറ്റും. അതുപോലൊരു സെറ്റപ്പാണ് ഈ വൈപ്പ് കോഡിങ്. ഓക്കെ, ഇനി വൈപ്പ് കോഡിങ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈപ്പ് കോഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റൂൾസ് ആണ് കർസർ, വിൻസർഫ്, ലവബിൾ, V0, ബോൾട്ട്, റെപ്ലിറ്റ്. ഈ ടൂൾസ് എല്ലാം നമ്മളെ വൈപ്പ് കോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ കർസറാണ്. ഈ ടൂൾസിനെല്ലാം ഏകദേശം $20 പെർ മന്ത് പ്ലാൻസ് ആണ് വരുന്നത്. പക്ഷേ കർസർ നമുക്കൊരു നല്ല ഫ്രീ ട്രയൽ തരുന്നുണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ടോപ്പിലാണ് ഈ കർസർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഈ കർസറിൻ്റെ ഇൻ്റർഫേസ് ഏകദേശം പരിചയം ഉണ്ടായിരിക്കും. ഫസ്റ്റ് നമുക്ക് കർസർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് കർസർ.com എന്ന് പറഞ്ഞ ഈ സൈറ്റിലോട്ട് പോവുക. അവിടെ പോയി ഇവിടെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഡൗൺലോഡ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫയൽ കിട്ടും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയുള്ളൂ, സിമ്പിൾ പ്രോസസ്സാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഓപ്പൺ പ്രോജക്റ്റ് കൊടുക്കാം. ഓപ്പൺ പ്രോജക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ ഫോൾഡറിലായിരിക്കും. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് കർസറിൻ്റെ ബേസിക് ഇൻ്റർഫേസ്. ഈ ഡെമോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഫോൾഡറിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഫയൽസ് എല്ലാം ഈ ഡെമോയുടെ താഴെ ആയിരിക്കും വരുന്നത്. ഈ ഡെമോയുടെ താഴെ ആയിട്ടായിരിക്കും നമ്മുടെ ഫയൽസ് എല്ലാം വരുന്നത്. ഇവിടെ ആയിരിക്കും നമ്മുടെ കോഡെല്ലാം ഡിസ്പ്ലേ ആകുന്നത്. ഇവിടെയാണ് നമ്മൾ എയോട് ചാറ്റ് ചെയ്യുന്ന സ്ഥലം. കർസറിന് 3 മോഡുണ്ട്: ഏജൻറ്റ്, ആസ്ക്, എഡിറ്റ്. ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡിംഗ് പ്രോസസ് എല്ലാം ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ചെയ്യും. ഫുള്ളി നമ്മളൊരു ടാസ്ക് കൊടുത്താൽ ഇത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ കോഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റിപ്ലൈ തരുന്നത്. ആസ്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യത്തില്ല. നമ്മളോട് ചോദിക്കും, ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് അല്ലെങ്കിൽ ഈ കോഡ് നമ്മൾ ചെയ്യണോ, അക്സെപ്റ്റ് ചെയ്യണോ, റിജക്റ്റ് ചെയ്യണോ എന്നൊക്കെ ഒരു കോഡ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കും. അതാണ് ആസ്ക്. ഈ എഡിറ്റ് മോഡ് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഏജൻറ്റ് മോഡും ആസ്കും ആയിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ AI മോഡൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് AI മോഡലാണ് ഈ ചാറ്റ് റൺ ആകേണ്ടത്, അങ്ങനെ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ക്ലോഡ് 3.7 സോണറ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഞാൻ ഈ ഇൻ്റർഫേസ് ചുമ്മാ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വൈപ്പ് കോഡ് ചെയ്ത് എക്സാമ്പിൾ കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് കർസർ റൂൾസ് സെറ്റ് ചെയ്യുക. അതിന് ആദ്യമേ നിങ്ങൾ ഇവിടെ ഈ കർസർ സെറ്റിങ്സിലോട്ട് പോവുക. ഇവിടെ റൂൾസ് എന്ന് പറയുകയാണ്. ഈ റൂൾസ് സെലക്ട് ചെയ്യുക. ഇവിടെ 2 ടൈപ്പ് റൂളുണ്ട്: യൂസർ റൂൾസും ഉണ്ട്, പ്രൊജക്റ്റ് റൂൾസും ഉണ്ട്. യൂസർ റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റിലും ഈ റൂൾസ് ബാധകമായിരിക്കും. ഞാൻ വൈപ്പ് കോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ കർസർ റൂൾസ് ഒന്നും സെറ്റ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമയം വെറുതെ വേസ്റ്റായി. കർസർ റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കർസറിനോട് പറയുവാണ്, കോഡ് ചെയ്യുമ്പോൾ ഈ റൂൾസൊക്കെ മനസ്സിൽ വേണം, ഇത് ഫോളോ ചെയ്തേ ഉള്ളൂ കോഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. യൂസർ റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർസറിൽ ഏത് പ്രോജക്റ്റ് ഉണ്ടാക്കിയാലും അതിനെല്ലാം ഈ റൂൾസ് ബാധിക്കും. പ്രൊജക്റ്റ് റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുവേണ്ടി തന്നെ നമുക്ക് റൂൾസ് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് ഈ പ്രൊജക്റ്റ് റൂൾസ്. കോമൺ ആയിട്ടുള്ള റൂൾസൊക്കെ നമുക്ക് യൂസർ റൂൾസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ യൂസർ റൂൾസ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് തരാം. ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്താൽ ഒരുമാതിരി നല്ല ഔട്ട്പുട്ട് കിട്ടും. ഈ ഫയൽ ഞാൻ താഴെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ആദ്യമേ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ റൈറ്റ് ക്ലീൻ സിമ്പിൾ റീഡബിൾ കോഡ്. ചില സമയത്ത് നമ്മളെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് കോഡ് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ അത് നമ്മൾ ഇങ്ങനെ കോഡ് ജനറേറ്റ് ചെയ്ത് നമ്മുടെ ഫയൽ വലുതാകുന്നതനുസരിച്ച് നമുക്ക് ഏറ്റവും അവസാനം പണി കിട്ടും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഫസ്റ്റ് റൂൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഏതെങ്കിലും പുതിയ ഫീച്ചർ ആഡ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും സിമ്പിളായിട്ട് ആദ്യമേ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനാണ് ഈ റൂൾ കൊടുത്തിരിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ കീപ് ഫയൽസ്
സ്മോൾ ആൻഡ് ഫോക്കസ്ഡ് ലെസ് ദാൻ 200 ലൈൻസ്. ഈ റൂൾ കൊടുത്തില്ലെങ്കിൽ ചില സമയത്ത് AI ജനറേറ്റ് ചെയ്ത് ഒരു 1000-1500 ലൈൻസ് ഓഫ് കോഡ് ചുമ്മാ ജനറേറ്റ് ചെയ്യും. മിക്കതും അതിനകത്തെ ഡ്യൂപ്ലിക്കേറ്റഡ് കോഡായിരിക്കും. നമ്മൾ ഓരോ ഫീച്ചർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പഴയതൊന്നും നോക്കത്തില്ല, അത് പുതിയതായിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൽ റൂൾസും പിന്നെ എങ്ങനെ എറർ ഫിക്സ് ചെയ്യണമെന്നും പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്നും അതിനെപ്പറ്റിയുള്ള കുറേ റൂൾസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫയലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഔട്ട്പുട്ട് കിട്ടും. ഇനി അത് കഴിഞ്ഞ് സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് പ്രൊജക്റ്റ് റൂൾസ്. ഈ പ്രൊജക്റ്റ് റൂൾസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് ഇത് മാറും. ഏകദേശം നമുക്ക് റൂൾസ് ഈ കർസർ ഡയറക്ടറി എന്ന് പറയുന്ന ഈ സൈറ്റിൽ നിന്ന് കിട്ടും. നമ്മുടെ പ്രൊജക്റ്റിനനുസരിച്ച് എങ്ങനെ കറക്റ്റായിട്ട് കർസർ റൂൾസ് സെറ്റ് ചെയ്യാമെന്ന് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. വൈബ് കോഡിങ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കോഡിംഗ് ഒന്നും അറിയാത്ത ഒരാൾക്ക് വൈബ് കോഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി സെല്ല് ചെയ്ത് കോടീശ്വരനാകാൻ പറ്റുമോ? സിമ്പിളായി പറഞ്ഞാൽ ഇല്ല. കാരണം AI നമ്മുടെ നോളജ് ആംപ്ലിഫൈ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ നോളജ് ഇത്ര ആണെങ്കിൽ AI യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നോളജ് ഒരു 10x ബെറ്റർ ആവും. പക്ഷേ ഓൾറെഡി നമുക്ക് ഇത്ര നോളജ് ഉണ്ട്, അതിലൂടെ AI യൂസ് ചെയ്യുമ്പോൾ അതിനെ AI 10x ബെറ്റർ ആക്കും. അതുകൊണ്ട് കോഡിംഗ് അറിയാത്തവർക്ക് ഒരു പ്രൊഡക്ഷൻ ലെവൽ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ആപ്പ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ ഈ വൈബ് കോഡിംഗ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? നമ്മൾ ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിൽഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പറ്റത്തില്ല. കാരണം കുറേ യൂസേഴ്സ് ഉള്ള ആപ്പ് നമ്മൾ വൈബ് കോഡ് ചെയ്യുവാണെങ്കിൽ അതിൽ കുറേ സെക്യൂരിറ്റി ഇഷ്യൂസ് കാണും. അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് കോഡിംഗ് നോളജിൻ്റെ ആവശ്യം വരും. അല്ലാതെ തന്നെ നമ്മുടെ കോഡ് ബേസ് വലുതാകുന്നതനുസരിച്ച് അതിനകത്ത് ബഗ് വരുമ്പോൾ സോൾവ് ചെയ്യാൻ പാടായിരിക്കും. കാരണം AI സോൾവ് ചെയ്യുമ്പോഴേക്കും ആ കോഡ് ഫുള്ള് ബ്രേക്ക് ആകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺടെക്സ്റ്റ് വിൻഡോ ആണ്. നമ്മൾ കോഡ് ബേസ് വലുതാകുന്നതനുസരിച്ച് കോൺടെക്സ്റ്റ് വിൻഡോയിൽ AIയുടെ കോൺടെക്സ്റ്റ് വിൻഡോയിൽ ആ കോഡ് ബേസ് നിൽക്കത്തില്ല. അപ്പോൾ പിന്നെ AI അസ്യൂം ചെയ്യാൻ തുടങ്ങും, ഇതായിരിക്കും അതിൻ്റെ കാരണം, ആ ബഗിനുള്ള കാരണം ഇതായിരിക്കും എന്ന് വെച്ച് ചുമ്മാ സോൾവ് ചെയ്യാൻ തുടങ്ങും. വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സോൾവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഫുൾ കോഡ് ബ്രേക്ക് ആവും. അങ്ങനെ കുറച്ച് സീനുണ്ട് നമ്മൾ ഈ പ്രൊഡക്ഷൻ ലെവൽ ആപ്പൊക്കെ വൈബ് കോഡ് ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ. അപ്പോൾ ഈ വൈബ് കോഡിംഗ് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? പേഴ്സണൽ യൂസിനോ അല്ലെങ്കിൽ ഇൻറ്റേർണലായി നമ്മുടെ ടീം മാത്രം യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വൈബ് കോഡ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. കറണ്ട് AI ലെവൽ അനുസരിച്ച് കോഡിംഗ് അറിയാത്തവർക്ക് പ്രൊഡക്ഷൻ ലെവൽ ആപ്സും സോഫ്റ്റ്വെയർസും ഒക്കെ ഉണ്ടാക്കാൻ പാടായിരിക്കും. പക്ഷേ പുതിയ ബെറ്റർ AI മോഡൽസ് വരുന്നതോടെ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവും. അത് നമുക്ക് ഈ വർഷം തന്നെ കാണാൻ പറ്റും. 2025 കോഡിംഗ് ഫുള്ള് AI ഏറ്റെടുക്കും. നമുക്കിനി വൈബ് കോഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈ ഇമേജിൽ നിന്ന് നമുക്ക് കോഡിംഗ് അറിയാത്ത ഒരാളും കോഡിംഗ് അറിയാവുന്ന ഒരാളും വൈബ് കോഡ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലാക്കാം. കോഡിംഗ് അറിയാത്ത ഒരാളുടെ നോളജ് എന്ന് പറഞ്ഞാൽ ഇത്ര ആയിരിക്കും. അങ്ങനെയുള്ള AI യൂസ് ചെയ്യുമ്പോഴേക്കും ആ നോളജിനെ AI 10x ബെറ്റർ ആക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നോളജ് ഉണ്ട്, കോഡിങ്ങിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് നോളജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ AI യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നോളജും അതിനനുസരിച്ച് 10x ബെറ്റർ ആകും. നിങ്ങൾക്ക് ഈ ഇമേജ് നോക്കിയാൽ അറിയാം ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇവർക്ക് രണ്ടുപേർക്കും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കോഡിങ്ങിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു നോൺ കോഡറാണ്. ഇപ്പം നിങ്ങൾക്ക് കറൻ്റ്ലി എന്താണ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? കറൻ്റ്ലി AIയുടെ ലിമിറ്റേഷൻസ് വെച്ച് ഇപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ യൂസിനുള്ള ആപ്സ്, അല്ലെ ഇൻറ്റേർണലായിട്ട് നമ്മുടെ ടീമിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്സ്, അല്ലെ ബേസിക് ലാൻഡിങ് പേജും വെബ്സൈറ്റും ഒക്കെ നമുക്ക് AI വെച്ച് ഒരു കോഡിംഗ് നോളജും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രൊഡക്ഷൻ ലെവൽ ആപ്പ് ഒന്നും നമുക്ക് ഇപ്പോൾ ഒരു കോഡിംഗ് നോളജും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലെന്നല്ല, അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി AIയുടെ ലെവൽ അനുസരിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ബെറ്റർ AI മോഡൽസ് വരുമ്പോൾ നമുക്ക് ഒരു കോഡിംഗ് നോളജിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകും. ഈ വർഷം തന്നെ നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ഫുൾ കോഡിംഗ് AI ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നോൺ കോഡർ ആണെങ്കിലും നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി ബെറ്റർ AI മോഡൽസിന് വേണ്ടി. ഈ വർഷം തന്നെ ബെറ്റർ AI മോഡൽസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോഡിംഗ് നോളജും ഇല്ലാതെ പ്രൊഡക്ഷൻ ലെവൽ ആപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ലിയോ എന്ന് പറയുന്ന പുള്ളിയുടെ ട്വീറ്റാണ്. പുള്ളി കർസർ വെച്ച് വൈബ് കോഡ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. അതിനിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പേയിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 0 ഹാൻഡ് റിട്ടൺ കോഡാണ്. പുള്ളിക്ക് കോഡിംഗ് നോളജ് ഒന്നും ഇല്ല. AI വെച്ച് നമുക്ക് എന്തും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പുള്ളി ആദ്യമേ ട്വീറ്റ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ അടുത്ത ട്വീറ്റാണ്, പുള്ളിയുടെ സോഫ്റ്റ്വെയർ അണ്ടർ അറ്റാക്കിലാണ്, കുറെ ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ ബൈപ്പാസ് ചെയ്യുന്നു, API യൂസ് ചെയ്യുന്നു, പിന്നെ ഡാറ്റാബേസിൽ കയറി പണി ചെയ്യുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പുള്ളിക്ക് ഇതിനെപ്പറ്റി ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാൻ കുറെ സമയം എടുക്കുന്നു. അങ്ങനെ പറഞ്ഞൊരു ട്വീറ്റ് ഇട്ട്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ പ്രശ്നം. നമുക്കൊരു നോളജും ഇല്ലാതെ വൈബ് കോഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാൽ അതിന് കുറെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാണും. നമുക്ക് അതിനെപ്പറ്റി ഒരു നോളജും അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും മാനേജ് ചെയ്യാനും അല്ല. നമുക്ക് അങ്ങനെ ഒരു നോളജ് ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞുള്ള ട്വീറ്റാണ്, പുള്ളിയുടെ ആപ്പ് ഷട്ട് ഡൗൺ ചെയ്യാണ്,
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഡ് ബേസ് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ നോക്കിയാൽ കർസർ പിന്നെ ഫുൾ കോഡും ബ്രേക്ക് ആകും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പുള്ളിയുടെ ആ സോഫ്റ്റ്വെയറിന് കുറേ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പുള്ളി അത് പ്രൊഡക്ഷനിലേക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴേക്കുമാണ് ഈ ഇഷ്യൂസ് ഒക്കെ വന്ന് ആൾക്കാർ അത് മുതലെടുത്ത് APIക്ക് യൂസേജ് മാക്സ് ഔട്ട് ആക്കി ഡേറ്റാബേസിൽ കയറി പണിയുന്നു. അങ്ങനെ സീൻ കുറെ ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രൊഡക്ഷൻ ലെവൽ ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നോളജ് വേണം. നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള പേഴ്സണൽ ആപ്സ്, നമുക്ക് തന്നെ യൂസ് ചെയ്യാനുള്ള ആപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള ആപ്സ്, അങ്ങനെ അല്ലെ ബേസിക് ലാൻഡിംഗ് പേജസ്, വെബ്സൈറ്റ്, അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ വലിയ സെക്യൂരിറ്റി ഇഷ്യൂസ് വരാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വൈപ്പ് കോഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എത്രയോ ഫ്രണ്ടിൽ വന്ന് ആലോചിച്ചാൽ മതി, പണ്ട് നമുക്ക് ഇതുപോലും കോഡിങ് അറിയാത്ത ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ പേഴ്സണൽ യൂസിനുള്ള ആപ്പോ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ, അല്ലെ നമുക്കൊരു ലാൻഡിംഗ് പേജോ, അതുപോലും ഒരു കോഡിങ് അറിയാത്ത ആർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് AI യൂസ് ചെയ്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര അഡ്വാൻസ്ഡ് ആയി നമ്മൾ. ഇനി അങ്ങോട്ട് പോകും തോറും ഇതിലും ബെറ്റർ ആവത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ലെവൽ ആപ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും കഴിവുള്ള AI മോഡൽസ് ഒക്കെ വരും. നമ്മൾ എന്താണ് ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു വർക്കൗട്ട് ട്രാക്കർ ആപ്പാണ്. വർക്കൗട്ട് ട്രാക്കർ ആപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ആപ്പ്. നമുക്ക് ഇന്ന് എന്തൊക്കെ വർക്കൗട്ട് ചെയ്തു, എത്ര സെറ്റ് ചെയ്തു, എത്ര റെപ്പ് ചെയ്തു, അതെല്ലാം നമുക്ക് ലോഗ് ചെയ്യാനും പറ്റും. അടുത്ത ദിവസം നമുക്ക് അതിലും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലോഗ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ എത്ര റെപ്പ് ചെയ്തു. അതിനുവേണ്ടിയുള്ള ആപ്പാണ്. ഇങ്ങനെ കുറെ ആപ്സ് ഉണ്ട് ഓൾറെഡി. പക്ഷേ മിക്കതും പെയ്ഡ് ആപ്സ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനുള്ള വർക്കൗട്ട് ട്രാക്കർ ആപ്പ് നമുക്ക് വൈപ്പ് കോഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് നോക്കാം. വൈപ്പ് കോഡിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേ. ഡയറക്റ്റ് വേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കർസറിൽ പോയിട്ട് ഡയറക്റ്റ് ഏജന്റിനോട് പറയുക, ഡയറക്റ്റ് പോയി മെസ്സേജ് അയക്കുക ഏജന്റിന്, എനിക്ക് ഇങ്ങനെ ഒരു വർക്കൗട്ട് ആപ്പാണ് വേണ്ടത്, ബിൽഡ് ചെയ്ത് തരാനെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് മെസ്സേജ് അയക്കുക. മെസ്സേജ് കിട്ടിയ ഉടനെ കർസറിന്റെ ഏജന്റ് വർക്ക് തുടങ്ങി നമുക്കൊരു വർക്കൗട്ട് ആപ്പ് ഉണ്ടാക്കി തരും. പക്ഷെ അതിൽ നമുക്ക് വേണ്ട റിക്വയർമെന്റും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് ഓരോ റിക്വയർമെന്റും ആഡ് ചെയ്ത് പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോഴേക്കും കോഡ് ഫുള്ള് ബ്രേക്ക് ആകും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ വരും. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർ വേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ ഫീച്ചേഴ്സ്, അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കർസറിനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഈ ഫീച്ചേഴ്സ് ഒക്കെ വേണം, ഇതൊക്കെയാണ് നമ്മുടെ റിക്വയർമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യമേ കർസറിനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ പ്രോപ്പർ വേ യൂസ് ചെയ്തായിരിക്കും നമ്മൾ വൈപ്പ് കോഡിങ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ ആദ്യമേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ കർസറിൽ പോവുക, നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഫസ്റ്റ് നിങ്ങളുടെ പ്രൊജക്റ്റിന് വേണ്ടി ഇങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ കാണുമല്ലോ, നിങ്ങളിപ്പോൾ എന്താണോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു ഐഡിയ കാണുമല്ലോ. ഇപ്പോൾ ഒരു വർക്കൗട്ട് ട്രാക്കർ ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, നമ്മുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് കർസറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് നമുക്കൊരു ഇൻസ്ട്രക്ഷൻസ് ഫോൾഡർ ഉണ്ടാക്കണം. അതിന് നമുക്ക് ആദ്യമേ AI യൂസ് ചെയ്യാം. അതിന് ആദ്യമേ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഈ ഡോക്യുമെന്റിലോട്ട് പോവാം. ഈ ഇനിഷ്യേറ്റർ പ്രോംപ്റ്റ് ആണ് നമ്മൾ ആദ്യമേ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ ഐഡിയാസിനെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഡോക്യുമെന്റ് ആക്കി കൺവേർട്ട് ചെയ്യും. ഈ പ്രോംപ്റ്റിലേക്ക് നമ്മൾ ഐഡിയ കൊടുത്തു കഴിയുമ്പോഴേക്കും അതിനെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഡോക്യുമെന്റ് ആക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ഇതാദ്യമേ നിങ്ങൾ കോപ്പി ചെയ്യുക, ഇത് ഫുള്ള് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഗ്രോക്കിലോട്ട് പോവുക. ഗ്രോക്കിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഗ്രോക്കോ ChatGPT ആണെങ്കിലും കുഴപ്പമില്ല. ഗ്രോക്കിൽ പോവുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ യുവർ പ്രൊജക്ട് ഐഡിയ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളുടെ പ്രൊജക്ട് ഐഡിയ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ ഈ തിങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ തിങ്ക് ചെയ്തിട്ട് നമുക്കൊരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഡോക്യുമെന്റ് AI ബിൽഡ് ചെയ്ത് തരും. നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ ഇതിനകത്തുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വേണ്ടത്, ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് കാണുമായിരിക്കും. നമ്മൾ ജസ്റ്റ് ഐഡിയ കൊടുത്താൽ മതി, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് AI തന്നെ ജനറേറ്റ് ചെയ്ത് തരും. നമ്മുടെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഈ ഇൻസ്ട്രക്ഷൻ ഫോൾഡർ കണ്ടന്റ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുക. എന്നിട്ട് നമ്മൾ പിന്നെ കർസറിൽ പോവുക, ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ്. ഈ ഇൻസ്ട്രക്ഷൻ ഫോൾഡറിനകത്ത് സേവ് ചെയ്യേണ്ട കുറച്ച് ഫയൽസ് ഇവിടെ AI ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഈ PRD.md ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഈ ടെക്സ്റ്റ് സ്റ്റാക്ക്, ഫയൽ സ്ട്രക്ചർ, മീൻസ് അങ്ങനെ കുറച്ച് ഫയൽസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അതിനകത്ത് കൊണ്ട് സേവ് ചെയ്യണം. ആദ്യം നമുക്ക് ഓരോ ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. ആദ്യമേ
ഇതിൻ്റെ ഫയൽ നെയിം കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞ് കർസറിൽ പോവുക, ഈ ന്യൂ ഫയലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ PRD-MD സെലക്ട് ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്യുക, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ഫയലിൻ്റെ പേര് കോപ്പി ചെയ്യുക, കർസറിൽ പോവുക, പുതിയ ഫയൽ ഉണ്ടാക്കുക, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഫയലെല്ലാം കർസറിനകത്ത് പോയി ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. ഇത് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും തിരിച്ച് എയിലേക്ക് പോവുക. അടുത്ത താഴോട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇവിടെ നമുക്ക് ഡിപ്പെൻഡൻസി ഫയൽ എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. package.json എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇങ്ങനൊരു ഫയൽ നമ്മൾ നമ്മുടെ കർസറിനകത്ത് ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ ഇവിടെ എന്ത് ഡിപ്പെൻഡൻസി ഫയലാണോ തന്നിരിക്കുന്നത്, ചിലപ്പോൾ package.json ആയിരിക്കും, അല്ലെ requirements.txt എന്ന് പറയുന്ന ഒരു ഫയലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് അത് കോപ്പി ചെയ്യുക, എന്നിട്ട് അങ്ങനെ ഒരു ഫയൽ തന്നെ കർസറിൽ പോയി ഉണ്ടാക്കാം. എനിക്കിവിടെ പാക്കേജ് ആയതുകൊണ്ട് ഞാൻ പാക്കേജ് സെലക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള കണ്ടന്റ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. കോപ്പി ചെയ്തു കർസറിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ഇത് വെച്ചാണ് നമ്മൾ കർസർ റൂൾസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നലെ കർസർ റൂൾസിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. കർസർ റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ റൂൾസ് ഫോളോ ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ പ്രൊജക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അത് നമുക്ക് ഈ package.json ഫയൽ യൂസ് ചെയ്ത് കർസറിന്റെ റൂൾസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആദ്യമേ നമുക്ക് ഏത് കിട്ടിയ സാധനം ഇവിടെ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് സേവ് ചെയ്യുക, Ctrl+S അടിച്ച് സേവ് ചെയ്യുക. ഈ ഫയലിനകത്ത് ഒരു ലിങ്ക് ഉണ്ട്, കർസർ റൂൾസ് ജനറേറ്റർ. ഈ സൈറ്റിൽ പോയാൽ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ട കർസർ റൂൾസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ ആ package.json ഫയൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് requirement.txt ആണെങ്കിൽ അതിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും കർസർ.ഡയറക്ടറി നമുക്ക് വേണ്ടി റൂൾസ് ജനറേറ്റ് ചെയ്യും. ഈ റൂൾസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ഓരോ സെപ്പറേറ്റ് റൂൾസ് ആണ്. ഈ കാണുന്ന എല്ലാം സെപ്പറേറ്റ് റൂൾസ് ആണ്. അപ്പം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യണം. ഇത് ആദ്യമേ കുറച്ച് ചടങ്ങ് ഉണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ആദ്യമേ കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നെ നമുക്ക് വൈപ്പ് കോഡ് ചെയ്യുമ്പോഴേക്കും എളുപ്പമാവും. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഈ കോഡ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ നമ്മൾ ഇതെല്ലാം ബിൽഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പമാവും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഈ റൂൾസ് സേവ് ചെയ്യാനായിട്ട് ആദ്യമേ ഇവിടെ പോവുക, ആദ്യമേ കർസറിലോട്ട് തിരിച്ചു പോവുക, എന്നിട്ട് സെറ്റിങ്സിൽ പോവുക, റൂൾസ് എടുക്കുക. ഇവിടെ നമ്മൾ യൂസർ റൂൾസ് ഉണ്ട്. ഈ യൂസർ റൂൾസ് നമ്മുടെ ഫയലിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഫയലിൽ നിന്ന് കോപ്പി ചെയ്യുക, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. യൂസർ റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രൊജക്റ്റ് ഉണ്ടാക്കിയാലും അതിനെല്ലാം ബാധകമാകുന്ന റൂൾസ് ആണ് ഈ യൂസർ റൂൾസ്. അതിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, അപ്പോൾ യൂസർ റൂൾസ് സെറ്റ് ആവും. താഴോട്ട് പോകുമ്പോഴേക്കും പ്രൊജക്ട് റൂൾസ് ഉണ്ട്. പ്രൊജക്ട് റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ്. അതിന് നമ്മൾ ഇപ്പോൾ നമുക്ക് ഇവിടെ റൂൾസ് ജനറേറ്റ് ആയിട്ടുള്ളൂ, ഇനി അത് ആഡ് ചെയ്യണം. അപ്പോൾ ആ ന്യൂ റൂൾ കൊടുക്കുക. നമ്മൾ ജനറേറ്റ് ചെയ്ത റൂൾസിലേക്ക് പോവുക. ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ട്, നമ്മൾ കോപ്പി ചെയ്യുക. ഇത് ഫുള്ള് കോപ്പി ചെയ്യേണ്ട, ഇതിൻ്റെ പേര് മാത്രം കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്യുക, കർസറിലോട്ട് തിരിച്ചു പോവുക, ആ ന്യൂ റൂൾ കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ റൂള് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇത് ഫുള്ള് പേസ്റ്റ് ചെയ്യുക, ഇത് ഫുള്ള് കോപ്പി ചെയ്യുക, ഇത് കർസർ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്ത റൂൾസിലേക്ക് പോവുക. നെയിം പിന്നെയും കോപ്പി ചെയ്യുക, ആ ന്യൂ റൂൾ കൊടുക്കുക, പിന്നെയും പേര് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക, എന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതുപോലെ എല്ലാ റൂൾസും കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എല്ലാ റൂൾസും പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും സെറ്റിങ്സിലോട്ട് പോയി റൂൾസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ എല്ലാ റൂൾസും അപ്ലൈസ് ടു ഓൾ റിക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞ എല്ലാ റൂൾസും നമുക്ക് കാണാൻ പറ്റും. ഇത്ര ഉള്ളൂ നമ്മൾ മെയിനായിട്ട് കഷ്ടപ്പെടുന്ന പരിപാടി. ഇനി നമുക്ക് AI കൊണ്ട് കഷ്ടപ്പെടുത്തിക്കാം. ഇനി ബാക്കിയെല്ലാം AI ഏജന്റിന്റെ പണിയാണ്. നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കിയില്ലേ, ഈ ഫോൾഡർ റീഡ് ചെയ്താൽ ഏജന്റിന് നമ്മുടെ പ്രൊജക്ട് എന്താണെന്നും നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രക്ഷൻ ഫോൾഡർ AI ഏജന്റിനെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കുക. അതിന് നമുക്കൊരു പ്രോംപ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഫയലിനകത്ത് പോകുമ്പോഴേക്കും നമുക്ക് താഴെ പോകുമ്പോഴേക്കും ഈ ഫസ്റ്റ് റൺ പ്രോംപ്റ്റ് എന്ന് പറയുന്ന അത് കോപ്പി ചെയ്യുക, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, കർസറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക.
അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ ഫോൾഡർ എല്ലാം വായിച്ചിട്ട് ഏജന്റിന് എന്താ മനസ്സിലായെന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയും. ഇവിടെ ഏജന്റ് പറയുന്നുണ്ട് നമ്മുടെ ഫയൽസ് എല്ലാം റിവ്യൂ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വർക്കൗട്ട് ട്രാക്കർ ആപ്പാണ്. നമ്മൾ ഈ ഇൻസ്ട്രക്ഷനിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങളെല്ലാം അതിന് മനസ്സിലായിട്ടുണ്ട് ഏകദേശം. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തത് നമ്മൾ റൺ ചെയ്യിക്കുവാണ്. നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് റൺ ചെയ്യിക്കാനായിട്ട് ഏജന്റിനോട് പറയുവാണ്. അത് നമ്മൾ ഈ സെക്കൻഡ് റൺ പ്രോംപ്റ്റ് എന്ന് കോപ്പി ചെയ്യുക, അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോക്യുമെന്റിലൂടെ എല്ലാം പോവുക, ഇൻസ്ട്രക്ഷൻ ഫോൾഡറിലുള്ള ഈ ഡോക്യുമെന്റിലൂടെ എല്ലാം പോയിട്ട് നമ്മൾ ഈ ഇംപ്ലിമെന്റേഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു പ്ലാനാണ് ഇത് ഫോളോ ചെയ്ത് ബിൽഡ് ചെയ്യുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് ബിൽഡ് ചെയ്യുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും ഇവിടെ അത് കഴിഞ്ഞെങ്കിൽ ഇവിടെ വന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ നിൽക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോംപ്റ്റാണിത്. ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏജന്റ് തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ വർക്കൗട്ട് ട്രാക്കർ ആപ്പ് ഉണ്ടാക്കും. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും വരുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏജന്റ് നമുക്ക് വേണ്ടി ഒരു ബേസിക് വർക്കൗട്ട് ആപ്പ് ആദ്യം ഉണ്ടാക്കി തരും. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് എയോട് പറഞ്ഞ് ശരിയാക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ബേസിക് ആപ്പ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമേ കർസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യണമായിരിക്കും ഓരോന്ന് വെച്ചിട്ട്. ഇവിടെ ഇപ്പോൾ കുറേ ടെർമിനൽസ് റൺ ആകും. ഇവിടെ എന്തെങ്കിലും ടെർമിനൽസ് റൺ ആയിട്ട് ഇങ്ങോട്ടും അനങ്ങുന്നില്ലെങ്കിൽ ഈ പോപ്പ് ഔട്ട് ടെർമിനലിൽ അടിക്കുക. അപ്പോൾ ഇവിടെ വരും, നമ്മൾ അവിടെ എന്തെങ്കിലും കൊടുക്കാനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. നമുക്ക് എങ്ങനത്തെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടെംപ്ലേറ്റിനകത്ത് ചൂസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചായിരിക്കും നമ്മുടെ ആപ്പ് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഇത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാത്തതായിട്ട് വരുവാണെങ്കിൽ അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിപ്പോൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ക്ലൗഡിലോ ചാറ്റ്ജിപിറ്റിയിലോ പോയിട്ട് ചോദിക്കുക ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഞാൻ കർസർ യൂസ് ചെയ്ത് ഒരു പ്രൊജക്ട് ഉണ്ടാക്കുകയാണ്, എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും അറിയാത്ത വരുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മുടെ ഡേറ്റാബേസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആപ്പിന് വേണ്ട ഡേറ്റാബേസ് ഇപ്പോൾ ഏജന്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ആപ്പ് ആയതുകൊണ്ട് ഇത് എക്സ്പോ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്താണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. ഫോണിൽ നമ്മൾ എക്സ്പോ ഗോ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ആപ്പ് നമ്മുടെ ഫോണിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു QR കോഡൊക്കെ ജനറേറ്റ് ആവും. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫോണിൽ ഈ ആപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 25 ടൂൾ കോൾസ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ റെസ്യൂം ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഇത് അങ്ങ് റെസ്യൂം ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ആദ്യമേ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. ആദ്യമേ നമ്മൾ ഈ കർസർ റൂൾസും ഇൻസ്ട്രക്ഷനും സെറ്റ് ചെയ്യുന്ന ഒരു പാടേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഏജന്റ് തന്നെ പരിപാടി തുടങ്ങും. ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പൊ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുവാണ്. ആദ്യമേ നമ്മൾ കർസർ റൂൾസും ഈ ഇൻസ്ട്രക്ഷൻസും ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ ബാക്കിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പോകും. ബാക്കി അല്ലാതെ നമ്മളിതൊന്നും ഇല്ലാതെ ചുമ്മാ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പാടായിരിക്കും ബിൽഡ് ചെയ്ത് വരാനായിട്ട്. ആദ്യമേ കുറച്ച് കഷ്ടപ്പെട്ടാൽ പിന്നെ എളുപ്പമാവും. ഇപ്പൊ നിങ്ങൾ വേറൊരു സാധനം ഉണ്ടാക്കുന്നെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കല്ലേ, ചിലപ്പോൾ സ്റ്റക്കാവും. അപ്പൊ അത് സ്ക്രീൻഷോട്ട് എടുക്കുക, ഏതെങ്കിലും AI മോഡിൽ പോവുക. നമ്മളൊരു പ്രൊജക്ട് കർസർ AI വെച്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വരുമ്പോഴേക്കും അത് ചെയ്യുക. അതാണ് ഒരു മെത്തേഡ്. ഞാൻ ചെയ്യുമ്പോൾ വേറെ ആയിരിക്കും, നിങ്ങൾ ചെയ്യുമ്പോഴും വേറെ ആയിരിക്കും. പല AI ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പല സമയത്തും പലതായിരിക്കും ചോദിക്കുന്നതും വരുന്നത്. നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതെന്താ കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഇത് ചെയ്യുമ്പോഴേക്കും എറർ വരും. എറർ വന്നു കഴിയുമ്പോഴേക്കും സ്ക്രീൻഷോട്ട് എടുക്കുക. എപ്പോഴും എറർ വരുമ്പോഴേക്കും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ അതിന് ഇച്ചിരി കൂടെ കോൺടാക്ട്സ് കിട്ടും, എന്താ എറർ എന്നൊക്കെ പറഞ്ഞ്. മെസ്സേജും കോപ്പി ചെയ്ത് കൊടുക്കുക, എററിന്റെ സ്ക്രീൻഷോട്ടും കൊടുക്കുക. അപ്പോൾ ബെറ്റർ ആയിട്ട് അത് സോൾവ് ചെയ്യും. നമുക്ക് എന്തായാലും ഒക്കെ നമുക്ക് എന്ത് വേണേലും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ക്ഷമയും വേണം, പിന്നെയും പിന്നെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യാനായിട്ടൊരു മൈൻഡും വേണം. അപ്പോൾ നമുക്ക് എന്തും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കർസറിന്റെ ട്രയൽ വേർഷൻ ആണ്, പ്രോ ട്രയൽ ആണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേക്കും പുതിയ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ട്രയൽ വേർഷൻ കിട്ടും.
അല്ലെങ്കിൽ 150 ഫാസ്റ്റ് റിക്വസ്റ്റോ അങ്ങനെയുണ്ട്. നമുക്ക് കുറെ 1-2 പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ടുള്ള അത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മുടെ ആപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ആപ്പ് റൺ ചെയ്യിക്കാനായിട്ട് പറയാം. നമ്മുടെ ആപ്പ് റൺ ആകാൻ പോവുകയാണ്. ഇവിടെ ഇതിവിടെ പോപ്പ് ഔട്ട് ചെയ്യിക്കാം ഈ ടെർമിനലിൽ പോപ്പ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിവിടെ എസ് ഓർ നോ എന്ന് പറഞ്ഞാണ് നമ്മുടെ എസ് കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ QR കോഡ് ഇവിടെ ജനറേറ്റ് ആവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ QR കോഡ്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫോണിൽ ആദ്യമേ എക്സ്പോ ഗോ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ക്യാമറയ്ക്കകത്ത് പോയിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. നമ്മുടെ ആപ്പ് അപ്പോൾ ഓപ്പൺ ആയി കിട്ടും. ഇത് നമ്മൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, സ്വാഭാവികം. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാം ഈ സ്ക്രീൻഷോട്ട് എല്ലാം സെൻഡ് ചെയ്ത് എടുത്തിട്ട് ഫിക്സ് ചെയ്യാൻ പറയാം. അപ്പോൾ ഏജന്റ് തന്നെ നോക്കിയിട്ട് എന്താ എറർ എന്ന് നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ ആപ്പ് എടുത്ത് നോക്കാം. ഒരു എറർ വന്നിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ ഇമേജ് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിന് പുതിയ എറർ വന്നിട്ടുണ്ടെന്ന് പറയുക. ഇത്ര ഉള്ളത് ഫിക്സ് ചെയ്യും. വൈപ്പ് കോഡിങ് ചെയ്യുമ്പോഴുള്ള ബേസിക് പ്രോസസ്സാണ് ഞാൻ ആദ്യമേ ചെയ്യിപ്പിച്ചത്. ആദ്യമേ കർസർ ഇൻസ്റ്റാൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പ്രൊജക്റ്റിൽ പോയിട്ട് യൂസർ റൂൾസ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ ഐഡിയ എടുത്തിട്ട് നമ്മുടെ ഇനിഷ്യേറ്റർ പ്രോംപ്റ്റ് ഇട്ടിട്ട് പോയിട്ട് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിക്വയർമെന്റ് ഫയൽ ജനറേറ്റ് ചെയ്യിക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് ഇൻസ്ട്രക്ഷൻ ഫോൾഡർ കർസർ വന്ന് ജനറേറ്റ് ചെയ്യിക്കുക. നമ്മളോട് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഫോൾഡറിനകത്ത് വേണ്ട ഫയൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക, ഞാൻ കാണിച്ച പോലെ. ഇവിടെ അതിനകത്തോണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനറേറ്റ് ചെയ്ത മറ്റേ ഡിപ്പെൻഡൻസി ഫയൽ package.json ആണെങ്കിൽ package.json, അല്ലെങ്കിൽ requirement.txt ആണെങ്കിൽ അത് എടുത്തിട്ട് ആ ഫയൽ കർസർ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് കർസർ.ഡയറക്ടറി എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നമ്മൾ അവിടെയാണ് കർസർ റൂൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനകത്തോട്ട് ഈ ഫയൽ കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോഴേക്കും ആ സൈറ്റ് നമുക്ക് വേണ്ടി ഈ പ്രോജക്റ്റിന് വേണ്ടി തന്നെയുള്ള കർസർ റൂൾസ് ജനറേറ്റ് ചെയ്യും. കർസർ റൂൾസ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ പോവുക, പ്രൊജക്ട് റൂൾസിൽ പോയിട്ട് ആ ന്യൂ റൂൾ കൊടുക്കുക. എന്നിട്ട് ഓരോ കർസർ റൂളും സേവ് ചെയ്യാം. ഇത്രയും പരിപാടിയാണ് നമ്മൾ മാനുവലായിട്ട് ആദ്യമേ ചെയ്യേണ്ടത്. നല്ലപോലെ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത്രയും പരിപാടി നമ്മൾ ആദ്യമേ മാനുവലായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രോപ്പർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം പലർക്കും പലതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം. ഇതിപ്പോൾ ഞാനിവിടെ വർക്കൗട്ട് ട്രാക്കർ ആയതുകൊണ്ട്, വർക്കൗട്ട് ട്രാക്കർ ആപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വെബ്സൈറ്റോ അല്ലെങ്കിൽ സൈറ്റ് അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ വേറൊരു മെത്തേഡ് ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള പ്രോസസ് എല്ലാം ഏജന്റ് തന്നെ ചെയ്തോളും. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ലാർജ് ലാംഗ്വേജ് മോഡലിൽ പോയിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇതിന് എന്താ റിപ്ലൈ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുക. അപ്പം അതിനുള്ള ഉത്തരം കിട്ടും. നമ്മുടെ ഫസ്റ്റ് ആ ഇംപ്ലിമെന്റേഷൻ മാത്രം കറക്റ്റ് ആക്കിയാൽ മതി. ബാക്കിയെല്ലാം സ്മൂത്ത് ആയിട്ട് നമുക്ക് നടക്കും. അപ്പോൾ നമ്മുടെ എറർ എല്ലാം സോൾവ് ചെയ്ത് ആപ്പ് ശരിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ആപ്പ് എടുത്തു നോക്കാം. ഇപ്പോൾ എറർ എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ വൃത്തിയുള്ളൊരു കൊള്ളാം. നമുക്ക് ഒരു വർക്കൗട്ട് സെലക്ട് ചെയ്ത് നോക്കാം. ഡേറ്റ്, വർക്കൗട്ട് നെയിം, നോട്ട്സ്, സെലക്ട് എക്സസൈസ്, ചെസ്റ്റ്. നമ്മുടെ ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം, ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് പറയാം. ഇപ്പം എനിക്കിവിടെ വേറൊരു ആപ്പുണ്ട്, സ്ട്രോങ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് പോലെ ഒരു ഇന്റർഫേസ് ആണ് വേണ്ടത്. നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതിന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇതുപോലെ ആയിരിക്കും അതിന്റെ ഇന്റർഫേസ് വരുന്നത്. ഇതുപോലൊരു ഇന്റർഫേസ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് അതിന് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ബിൽഡ് ചെയ്തിരുന്നത് നോക്കാം. സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ ആപ്പിന് പുതിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താ അവസ്ഥ. നമ്മുടെ UI കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ
ഇത് നമ്മുടെ കറക്റ്റ് സ്ഥലത്തല്ല വന്നിരിക്കുന്നത്. നമ്മൾ ന്യൂ വർക്കൗട്ട് എടുക്കുമ്പോഴേക്കും പഴയ സാധനം കാണിക്കുന്നത്, പക്ഷേ ഹിസ്റ്ററി എടുക്കുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പുതിയ ഫീച്ചർ ആഡ് ചെയ്യുമ്പോഴേക്കും കുറേ എറേഴ്സ് വരും. അത് നമ്മൾ പിന്നെയും സ്ക്രീൻഷോട്ട് എടുത്ത് പോവുക, ഫിക്സ് ചെയ്യാൻ പറയുക. ഇങ്ങനെ ഏറ്റവും അവസാനം നമുക്കൊരു ഇൻ്റർഫേസും വർക്ക് ചെയ്യുന്ന ഒരു ആപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നിങ്ങളൊരു ആപ്പോ വെബ്സൈറ്റോ ഒക്കെ വൈപ്പ് കോഡ് ചെയ്യുമ്പോഴേക്കും ഉള്ളൊരു പ്രോസസ്സ്. ഞാൻ വൈപ്പ് കോഡ് ചെയ്ത ആപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഏറ്റവും അവസാനം വൈപ്പ് കോഡ് ചെയ്തെടുത്ത ആപ്പ്. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ പ്രൊഫൈൽ ഫീച്ചറുണ്ട്, നമ്മുടെ പ്രൊഫൈലിൻ്റെ ഫീച്ചറുണ്ട്, പിന്നെ നമ്മുടെ ഹിസ്റ്ററി, വർക്കൗട്ട് ഹിസ്റ്ററി കാണാം. നമുക്ക് പുതിയ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ എക്സസൈസ് ലൈബ്രറി ഉണ്ട്, നമുക്ക് സ്റ്റാറ്റ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഈ ആപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുതിയൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് റെപ്സൊക്കെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വൈപ്പ് കോഡ് ചെയ്ത് നമുക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയുള്ള ആപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു ബേസിക് സാധനമാണ്. ഇതിൽ അഡ്വാൻസ്ഡ് വീഡിയോസും ട്യൂട്ടോറിയൽസും വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമുക്ക് അടുത്ത കമ്മ്യൂണിറ്റി വീഡിയോസിൽ ചെയ്യാം. ഇത് നമ്മുടെ 4ാമത്തെ കമ്മ്യൂണിറ്റി വീഡിയോ ആയിരുന്നു. എന്തെങ്കിലും സംശയമോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വരാം.